ലക്ഷം മുസ്ലിങ്ങൾ പാരായണം ചെയ്യുന്ന ഖുർആൻ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരിൽ പ്രമുഖനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ക്രോഡീകരിച്ച ഖുർആൻ തന്നെയാണ് എന്ന വിഷയത്തിൽ ചരിത്രമറിയുന്ന, ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ച ഒരു വിമർശകർ പോലും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തെ ഖുർആനാണ് ഇന്നത്തെ എല്ലാവരും ഓതുന്നത്. നിങ്ങൾക്കറിയാം, ലെനിൻഗ്രാഡ് മ്യൂസിയത്തിൽ ഒരു ഖുർആന്റെ പതിപ്പിരിപ്പുണ്ട്. അതിൽ എന്ന ആയത്ത് വരുന്ന ഒരു ഭാഗത്ത് രക്തത്തിന്റെ കറയും കാണാൻ കഴിയും. ഇപ്പോഴും ഉണ്ട് അവിടെ, റഷ്യയിലാണത്. അപ്പൊ രക്തത്തിന്റെ കറയുള്ള എന്ന് എഴുതിയ ഭാഗത്ത് ചിതറിക്കിടക്കുന്ന രക്തത്തിന്റെ അടയാളമുള്ള ഈ ഖുർആൻ സെക്കൻഡ് വേൾഡ് വാറിൽ ജർമ്മനിയിൽ നിന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറും അയാളുടെ വെപ്പാട്ടിയും ആത്മഹത്യ ചെയ്തപ്പോൾ റഷ്യയുടെ പട്ടാളം അതിനകത്ത് ഇരച്ചു കയറി ജർമ്മനിയിലെ ഹിറ്റ്ലറിന്റെ കൊട്ടാരത്തിൽ ഇരച്ചു കയറിയപ്പോൾ അവിടെ നിന്ന് ഈ ഖുർആൻ കിട്ടുന്നു. ആരിൽ നിന്ന്? ഹിറ്റ്ലറിന്റെ കൊട്ടാരത്തിൽ നിന്ന്. അത് റഷ്യ, അന്ന് സോവിയറ്റ് റഷ്യയാണ്. 15ഓളം റിപ്പബ്ലിക്കുകൾ ചേർന്ന സോവിയറ്റാണ്. ഉസ്ബെക്കിസ്ഥാൻ, അസർബൈജാൻ, ജോർജിയ തുടങ്ങിയ. ഞാൻ കട്ടിയായി കൊണ്ടുപോകില്ല പ്രസംഗം, നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ വയലിലേക്ക് തന്നെ വരും. പക്ഷെ എന്റെ മുഖവര നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വിഷയത്തിന് അത് ആവശ്യമായത് കൊണ്ടാണ്. ചിലപ്പോൾ സഹോദരിമാരൊക്കെ ചിന്തിക്കും, ജോർജിയയും ഉസ്ബെക്കിസ്ഥാനും അസർബൈജാനും കിർഗിസ്ഥാനും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇപ്പൊ തന്നെ വീട്ടിൽ പോവാണ് എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. നിങ്ങൾ പേടിക്കണ്ട. 10 മിനിറ്റ് കഴിഞ്ഞ് ഇൻഷാ അല്ലാ ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരും. അള്ളാഹു അനുഗ്രഹിക്കും. അപ്പൊ ഈ 15 റിപ്പബ്ലിക്കുകൾ ചേർന്ന ഒരു പ്രദേശമാണ് USSR എന്ന് പറയുന്ന അന്ന് സോവിയറ്റ് റഷ്യ. ജർമ്മനിയിൽ ചെന്ന് ഹിറ്റ്ലർ അവസാനം പിടിച്ചേക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തപ്പോൾ അയാളുടെ കൊട്ടാരത്തിൽ നിന്ന് ഈ ഖുർആൻ കണ്ടെടുത്തു. വളരെ ആദരവോടുകൂടി തന്നെ ഈ ഖുർആൻ, അന്ന് മുസ്ലിങ്ങളുണ്ട്, ചെച്ചനിയയിലുള്ള മുസ്ലിങ്ങളുണ്ട് പട്ടാളത്തിൽ, ക്രിസ്ത്യാനികളും ആ രാജ്യത്തെ മറ്റു മതക്കാരുമെല്ലാം ആ ഗ്രന്ഥത്തെ ആദരിച്ച് ഇന്നത് റഷ്യയിലെ ലെനിൻഗ്രാഡ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഖുർആൻ ആരുടേതായിരുന്നു? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് വേൾഡ് പുരാവസ്തു ഗവേഷകന്മാർ കാർബൺ 14 പരീക്ഷണം നടത്തിയിട്ട് പറഞ്ഞു 1400 കൊല്ലം പഴക്കമുണ്ട്. പ്രവാചക തിരുമേനി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ ഹസ്രത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖിന്റെ വഫാത്തിന് ശേഷം അറേബ്യയുടെ ഭരണാധികാരിയാകുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലികുല്ലി നബിയ്യിൻ റഫീഖ് വറഫീഖി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗ്ഗത്തിൽ കൂട്ടുകാരുണ്ട്, എന്റെ കൂട്ടുകാരനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇന്ന് പരിശുദ്ധ പ്രവാചകന്റെ റൗള ഷരീഫിൽ നിന്ന് 200-300 മീറ്റർ അകലെ ജന്നത്തുൽ ബഖീഇൽ പ്രാവുകൾ തറളിയത്ത് ചൊല്ലുന്ന 12,000 സഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലത്തെ പ്രമുഖനായ ഹസ്രത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കാണാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കിടക്കുന്ന ആ സ്ഥലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ ഒരു തോട്ടമായിരുന്നു. അദ്ദേഹം അവസാനം നോമ്പ് നോറ്റ നിലയിൽ താടി കൂടുതലുണ്ടായിരുന്ന മഹാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കഴിഞ്ഞപ്പോ യമാമ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇന്നത്തെ റിയാദിനടുത്തുള്ള യമാമ എന്ന സ്ഥലത്ത് ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ നിരവധി പ്രവാചകന്റെ അനുചരന്മാർ വധിക്കപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ ഇനിയും ഇതേപോലെ ഒരു യുദ്ധമുണ്ടായാൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്താൽ അതൊരു ഗ്രന്ഥമായി ക്രോഡീകരിക്കണമെന്ന് ഹസ്രത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖിനോട് പറയുന്നു. റളിയല്ലാഹു അൻഹു, ഉറക്കെ പറയാം, അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്ത ഒരു കാര്യം നമുക്ക് ചെയ്യണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി അത് നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതൊക്കെ നമുക്ക് മനഃപ്പാടമുണ്ട്, പക്ഷേ ഇനി ഒരു യുദ്ധം വന്നാൽ ഇതൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടു പോവില്ലേ? അതുകൊണ്ട് നമുക്കൊരു ഗ്രന്ഥരൂപത്തിൽ ഇത് തയ്യാറാക്കണം.
അങ്ങനെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് തുടങ്ങിയ പ്രമുഖരായ പ്രവാചകൻ അനുചരന്മാരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചു. മുസ്ഹഫ് 2 ചട്ടയുടെ ഉള്ളിൽ ഉള്ളത് എന്നാണ് അർത്ഥം. പ്രവാചകന്റെ അനുചരന്മാരും പലരും അത് കേട്ട് ഉറപ്പാക്കിയ ശേഷം രൂപീകരിച്ച ആ മുസ്ഹഫ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സയുടെ കയ്യിലായിരുന്നു. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഈ മുസ്ഹഫ് നോക്കിയിട്ടാണ് 8 മുസ്ഹഫുകൾ പകർത്തുന്നത്. ശ്രദ്ധിക്കണം, ഈ മുസ്ഹഫ് നോക്കിയിട്ട് 8 മുസ്ഹഫുകളുടെ പകർപ്പുകൾ എഴുതി. അത് ഒന്ന് അദ്ദേഹം സൂക്ഷിച്ചു, ഒന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണറുകൾക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം സൂക്ഷിച്ച ഈ മുസ്ഹഫാണ് അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഖവാരിജിയാക്കൾ എന്ന് പറയുന്ന ഒരു സംഘം ശത്രുക്കൾ വന്ന് അദ്ദേഹത്തെ വധിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം ഓതിയ ആയത്ത് ആ വൃദ്ധനായ ഖലീഫയുടെ ഞരമ്പ് മുറിഞ്ഞ് രക്തം ധാരധാരയായി ഒഴുകുമ്പോ, മരണം തൊട്ടു മുന്നിൽ നിഴല് പോലെ വന്നു നിൽക്കുമ്പോ ഈ ഗ്രന്ഥം ഇങ്ങനെ മാറ്റിപ്പിടിച്ചു. മുസ്ഹഫ് മാറ്റിപ്പിടിച്ചു. ഇന്നത്തെ പോലെ ചെറിയ മുസ്ഹഫ് അല്ല, തോലിൽ എഴുതിയതാണ്. അത് മാറ്റിപ്പിടിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ കുത്തിൽ മരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. കാരണം ആ കത്തിയിൽ വിഷം പുരട്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ പള്ളയിൽ കുത്തിയത്. ആ കുത്തേറ്റുകൊണ്ട് അദ്ദേഹം മരണ ഉറപ്പായിട്ടൊരു ദുആയുണ്ട് അവിടെ ഇരുന്ന്, അല്ലാഹുവേ, നിന്റെ ഗ്രന്ഥം ഞാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ പള്ളയിൽ ആഞ്ഞു കുത്തിയത്. അല്ലാഹുവേ, നിന്റെ ഖുർആനിൽ രക്തം വീഴരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, നജസായ രക്തം വീഴരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ മാറ്റിപ്പിടിക്കുകയാണ് റബ്ബേ. പടച്ചവനെ, ഞാൻ നോക്കുമ്പോ എന്റെ ശരീരത്തിൽ നിന്ന്, ഈ വൃദ്ധന്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് രക്തത്തുള്ളികൾ ചിതറി ഈ ഗ്രന്ഥത്തിൽ വീണുപോയി. അല്ലാഹുവേ, നാളെ പരലോകത്ത് നിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോ നിന്റെ ഗ്രന്ഥത്തിൽ നജസ് പുരട്ടി എന്നതിന്റെ പേരിൽ അവിടെ വെച്ചുകൊണ്ട് എന്നെ വിചാരണ ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ട് ആ വന്യവയോധികൻ തന്റെ തലപ്പാ വടിച്ചുകൊണ്ട് തുടച്ച് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പരലോകം പോകുകയാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം പുരണ്ട മുസ്ഹഫ് മൊറോക്കോയിൽ വെച്ച് കണ്ടു എന്ന് ഇബ്നു ബത്തൂത്തയുടെ റിഹ്ല എന്ന കിതാബിൽ കാണാം, യാത്രാവിവരണത്തിൽ. ആ ഗ്രന്ഥം പിന്നെ 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം വേഴ്സായ് ഉടമ്പടിയിൽ ലോക ചരിത്രം പഠിച്ചവർക്കറിയാം, തുർക്കി ജർമ്മനിക്ക് സാക്ഷ്യമായി ജാമ്യമായി കൊടുത്തു ആ മുസ്ഹഫ്. അവസാനം ആ മുസ്ഹഫ് ജർമ്മനിയുടെ ഭരണാധികാരി അഡോൾഫ് ഹിറ്റ്ലറിന്റെ കൊട്ടാരത്തിൽ സൂക്ഷിക്കപ്പെട്ടത്. സോവിയറ്റ് റഷ്യയുടെ പട്ടാളം ജർമ്മനി കീഴടക്കിയതോടുകൂടി ആ മുസ്ഹഫ് അവരുടെ കയ്യിൽ വരികയും ഇന്നും അത് സൂക്ഷിക്കപ്പെടുകയും ചെയ്തുവെങ്കിൽ ലെനിൻഗ്രാഡ് മ്യൂസിയത്തിലും അതേപോലെ തന്നെ ടർക്കിഷ് മ്യൂസിയത്തിലും മദീന യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിയത്തിലും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് വേൾഡിന്റെ അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷകന്മാരുടെ 14 കാർബൺ പരീക്ഷണത്തിലൂടെ 14 നൂറ്റാണ്ട് പഴക്കമുണ്ടെന്നതിനകത്ത് തർക്കമില്ലാത്ത തരം സംശയാതീതമായി തെളിയിക്കപ്പെട്ടതാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരാൽ എഴുതപ്പെട്ടതാണ്. അതായത് നബി തങ്ങളിൽ നിന്ന് കേട്ട് അനുചരന്മാർ എഴുതിയതാണെന്ന് ചരിത്രം അറിയുന്നവർ പോലും സംശയിക്കാതിരിക്കുന്നുവെങ്കിൽ ആ ഖുർആൻ 2024 ഒക്ടോബർ മാസം കഴിഞ്ഞ് നവംബർ 1-ാം തീയതിയിലെ ഈ രാത്രിയിൽ നാം പ്രസംഗിക്കുമ്പോൾ അന്ന് മുഹമ്മദ് നബിക്കോ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ അനുചരന്മാർക്കോ കണ്ടെത്താനോ പറയാനോ മനസ്സിലാക്കാനോ കഴിയാത്ത കാര്യങ്ങൾ ആ വേദഗ്രന്ഥത്തിൽ ഉണ്ടെങ്കിൽ, പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും ആ ഗ്രന്ഥം എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഒരു നിഷ്പക്ഷ അന്വേഷിയുടെ, ഒരു നിഷ്പക്ഷ ചരിത്രകാരന്റെ ബാധ്യതയാണ് എന്നാമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളിലേക്കും ഖുർആനിലേക്കും കടന്നു വരികയാണ്. ഈ മുഖവര നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മള് ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ എന്താ ചെയ്യാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നതോട് കൂടിയാണ് ഒരാൾ മുസ്ലിം ആവുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ല എന്ന് നമ്മൾ അറിയുന്നത് മുഹമ്മദ് നബിയിലൂടെയാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളയെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ മനസ്സിലാക്കലാണ് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നതിന്റെ പ്രാരംഭ ഘട്ടമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ബുദ്ധി തേടുന്നത് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഖുർആനിൽ 4 സ്ഥലത്താണ് മുഹമ്മദ് എന്ന് പേരുള്ളത്. ഇവിടെ ഹാഫിളീങ്ങളുണ്ട്. 4 സ്ഥലത്താണ് മുഹമ്മദ് എന്ന് പേരുള്ളത്. മകാന മുഹമ്മദുൻ നബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. ഒന്നവിടെയാണ്. ഹാഫിളീങ്ങളല്ലേ? ഓർമ്മയുണ്ടല്ലോ അല്ലേ? സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മകാന മുഹമ്മദുൻ നബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. ഒന്നവിടെയാണ്. രണ്ടാമത്തേത് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. മൂന്നാമത്തേത് ഒരു അധ്യായം തന്നെയുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് എന്ന സൂറത്തിൽ ഒരു ഖുർആന്റെ പേര് തന്നെയുണ്ട്. വല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വആമനൂ ബിമാ നുസ്സില അലാ മുഹമ്മദ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്ത് ഉറക്കെ ചൊല്ലാം. മുഹമ്മദുർ റസൂലുള്ളാഹി. മാ കാന മുഹമ്മദുൻ നബാ അഹദും മിർ റിജാലികും വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയീൻ. സൂറത്തുൽ അഹ്സാബ്. 4 സ്ഥലത്താ മുഹമ്മദ് എന്നുള്ളത്. ശ്രദ്ധിക്കണം. അഹ്മദ് എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്തുണ്ട്, സൂറത്ത് സഫിലാണ്. അഹ്മദ് എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്തുണ്ട്, അത് സഫ് സൂറത്തിലാണ്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുഹമ്മദ് എന്ന് പേര് വിളിച്ചതാരാണ്? അബ്ദുൽ മുത്തലിബാണ്. കാരണം ആമിന ബീബി റളിയല്ലാഹു അൻഹ, വഹബിന്റെ പുത്രിയായ ആമിന ബീബി റളിയല്ലാഹു അൻഹ അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ളയെ വിവാഹം കഴിച്ചു. ഗർഭിണിയായി. അബ്ദുള്ള കച്ചവടക്കാരനാണ്. അങ്ങനെ കച്ചവടത്തിന് വേണ്ടിയിട്ട് അബ്ദുള്ള പോകുമ്പോ ആമിന ഗർഭിണിയാണെന്ന വിവരം അദ്ദേഹം അറിഞ്ഞിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ യാത്രയാക്കി പ്രിയപ്പെട്ട ഭർത്താവിനെ. പോയി വരുന്നതും കാത്തുകൊണ്ട് പടിയിൽ ഓരോ ദിവസവും അവർ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബിന്റെ ഇളയ മകനായ അബ്ദുള്ള, ആമിന ബീബിയുടെ വയറ്റിൽ വളരുന്ന പൊന്നുമകന്റെ പിതാവ് മരണപ്പെട്ടു എന്ന വാർത്ത ആമിന അറിയുകയാണ്. ഇന്ന് വരും നാളെ വരുമെന്ന് പ്രതീക്ഷിച്ച എന്റെ ഭർത്താവോ എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിലെ കഅബയുടെ കിഴക്ക് വശത്ത് കാണുന്ന അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ താഴ്ഭാഗത്തുള്ള കൊച്ചുപുരയ്ക്കകത്ത് കാലചക്രത്തിന്റെ ഉദയാസ്തമയങ്ങൾക്ക് സാക്ഷി നിന്ന് പതഞ്ഞൊഴുകുന്ന യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും കുഞ്ഞോളങ്ങളെ തഴുകി മുന്നോട്ട് പായുന്ന കപ്പലിന്റെ മീതെ പറക്കുന്ന പക്ഷികളെ പോലും സലാത്ത് ചൊല്ലുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ച ആമിന ബീബി തളർന്നിരുന്നു. പടച്ചവനെ, ഞാൻ എന്താ കേൾക്കുന്നത്? ഇതിൽ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് നബിയും ഖുർആനും ഒന്ന് സമന്വയിപ്പിച്ചുകൊണ്ടായിരിക്കും എന്റെ പ്രസംഗം തീർക്കുക. നിങ്ങളെ ഇരുത്തി ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമ തരുമാറാവട്ടെ. ഇത് ലോക ചരിത്രമാണ്. ആമിന തളർന്നിരുന്നു റളിയല്ലാഹു അൻഹ. അപ്പോ അബ്ദുൽ മുത്തലിബ് ഓടി വന്നു. 70 വയസ്സ് കഴിഞ്ഞ ആളാണ്. ആമിന, നീ കരയണ്ട, പടച്ചവന്റെ വിധിയാണ്. അടുത്തുള്ളവരൊക്കെ ഓടി വന്നു, പടച്ചവന്റെ വിധിയാണ്. അങ്ങനെ ആമിന എന്ന ആ യുവതി ചെറുപ്പക്കാരി കണ്ണുനീര് തൂകി. ഒരു റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച പ്രഭാതത്തോടടുത്ത സമയത്ത് ആമിന റളിയല്ലാഹു അൻഹ പൊന്നുമോന് ജന്മം കൊടുത്തു. 7 ദിവസമായി. പൊന്നുമകന് പേര് വിളിക്കണം. എന്ത് പേര് വിളിക്കണം? അബ്ദുൽ മുത്തലിബ് ഒരു വെള്ളത്തുണിയിൽ പൊന്നുമകനെ കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? കഅബയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ചേർന്ന് നിർമ്മിച്ച പരിശുദ്ധ കഅബത്തിന്റെ അടുത്തേക്കാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ച നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ജലപ്രളയത്തിൽ തകർന്ന് തരിപ്പണമായി പോയ, പിന്നീട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചേർന്ന് നിർമ്മിച്ച കഅബത്തിന്റെ വാതിലിന്റെ അടുത്തേക്ക് ആ പൊന്നുമകനെ കൊണ്ടുവരികയാണ്. ആ 70 വയസ്സുകാരൻ ആകാശത്തുതച്ചു നിൽക്കുന്ന ചന്ദ്രനേക്കാൾ ശോഭിക്കുന്ന സുന്ദരമായ മുഖത്തേക്ക് വൃദ്ധനായ അബ്ദുൽ മുത്തലിബ് എന്ന് നോക്കി. എന്ത് പേരാണ് വിളിക്കേണ്ടത്? അദ്ദേഹം അറിഞ്ഞില്ല.
ഈ കുഞ്ഞിലൂടെ ലോക ചരിത്രത്തിലൂടെ താൻ അറിയുമെന്ന് ആ അബ്ദുൽ മുത്തലിബ് അറിയുന്നില്ല. കഅബത്തിന്റെ മുറ്റത്ത് കഅബയുടെ വാതിലിന്റെ മുമ്പിൽ കൊണ്ട് കിടത്തിയിട്ട് ആ കൈവെള്ളയിൽ ഇരിക്കുന്ന കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, മുഹമ്മദ്, സ്വലാത്ത് ചൊല്ലുക, മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തവാഫ് ചെയ്തുകൊണ്ടിരുന്ന അറബികൾ ചോദിച്ചു, അല്ല അബ്ദുൽ മുത്തലിബേ, നിങ്ങൾ എന്തേ അങ്ങനെ ഒരു പേര് വിളിച്ചത് നിങ്ങളുടെ കുട്ടിക്ക്? നിങ്ങൾ എന്തേ അങ്ങനെ ഒരു പേര് വിളിച്ചത്? അങ്ങനെ ഒരു പതിവ് അറബികളിൽ ഇല്ല. പിതാമഹന്മാരുടെ പേരുകളാണ് വിളിക്കാറുള്ളത്, അല്ലെങ്കിൽ ഗോത്ര നേതാക്കന്മാരുടെ പേരുകളാണ് വിളിക്കാറുള്ളത്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വിളിച്ചതെന്ന് പറഞ്ഞപ്പോ ആ വന്യവയോധികൻ സന്തോഷത്തിന്റെ കണ്ണുനീർ തുള്ളികൾ തൂകിക്കൊണ്ട് കഅബത്തിന്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് കുഞ്ഞിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, അതിന്റെ അർത്ഥം സ്തുതിക്കപ്പെട്ടവൻ എന്നാണ്. എന്റെ മകനെ ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും സ്തുതിക്കട്ടെ എന്ന് ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബ് യാദൃച്ഛികമായല്ല മുഹമ്മദ് എന്ന് പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ സൂറത്തു സഫൽ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ അറാഫ് 157-ാമത്തെയും 58-ാമത്തെയും ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ കൈവെള്ളയിലിരുന്ന് പുഞ്ചിരിക്കുന്ന ആ സുന്ദര മകനായ മുഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ട ആ പ്രവാചകൻ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫലസ്തീനിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഹസ്രത്ത് ഈസാ നബി അലൈഹിസ്സലാം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു എന്ന് ഖുർആൻ. വഇദ് ഖാല ഈസ ഇബ്നു മറിയമ യാ ബനീ ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. വഇദ് ഖാല ഈസ ഇബ്നു മറിയമ, മറിയമിന്റെ പുത്രൻ ഈസ പറഞ്ഞ സന്ദർഭം, യാ ബനീ ഇസ്രായേൽ, ഓ യാക്കൂബ് നബിയുടെ മക്കളെ, ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തെ ശരിവെച്ച് കൊണ്ടുവന്ന പടച്ചവന്റെ ദൂതനാണ് ഞാൻ. വമുബശ്ശിറൻ ബിറസൂൽ, ഒരു നബിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സന്തോഷം പറഞ്ഞു തരാം. യഅതിയ, പ്രവാചകൻ വരാനുണ്ട്, മിൻ ബഅദി, എനിക്ക് ശേഷം വരാനുണ്ട്. ഇസ്മുഹു, ആ പ്രവാചകന്റെ പേര് അഹ്മദ്, അഹ്മദ് എന്നാണെന്ന് ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചു എന്ന് ഖുർആനിലെ സൂറത്ത് സഫിൽ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് ചൊല്ലൂ, നബി മുഹമ്മദ് മുസ്തഫ. ചിലർ ചോദിക്കാറുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് എന്തിനാ ഇങ്ങനെ പറയുന്നേ? സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ ഭൗതിക രൂപം ചരിത്രം അറിയുന്നതിന് മുമ്പ് 500 വർഷങ്ങൾക്ക് മുമ്പ് ഗലീലിയ തടാകത്തിന്റെ തീരത്തും ജെറൂസലേമിലും വെച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഖുർആനാണ്. വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്നോട് ഈ പ്രസംഗം തീരുന്നതിന് മുമ്പ്. സംശയം ഉണ്ടോ ചോദിക്കോളെ. ഇരിക്കുന്ന ഹാഫിളുണ്ട്. ഇനി സൂറത്തിൽ നിങ്ങൾക്ക് അടുത്ത് നോക്കിയാൽ 7-ാമത്തെ സൂറത്തിൽ വ്യക്തമായി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم بالتوراة والإنجيل. അവരുടെ കൈവശമുള്ള തൗറാത്തിലും അവരുടെ കൈവശമുള്ള ഇഞ്ചീലിലും എഴുതി വെക്കപ്പെട്ട നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തൗറാത്തിൽ നബിയുടെ പേരുണ്ട്, ഇഞ്ചീലിൽ നബിയുടെ പേരുണ്ട്. ആര് പറഞ്ഞു? ഖുർആനിനകത്ത് അല്ലാഹു വ്യക്തമാക്കി പറഞ്ഞു. അപ്പൊ മുഹമ്മദ് നബിയെ അബ്ദുൽ മുത്തലിബ് ചെന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന് പേര് വിളിക്കുന്നതിന് മുമ്പ് ലോകത്തിന് മുഹമ്മദ് നബിയെ പരിചയമുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഹമ്മദ് നബിയെ പരിചയമുണ്ടായിരുന്നു, പക്ഷേ കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ലോകത്തിന് പരിചയമുണ്ടായിരുന്ന ഒരു മുസ്ലിമായ ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വസിക്കൽ നിർബന്ധമാണ്, ഖുർആനിൽ വിശ്വസിക്കുന്നത്. ഇനി വേറെ കാര്യം പറയട്ടെ, ഇടയ്ക്ക് വേറെ കാര്യം കൂടെ പറയട്ടെ. നബിയുടെ ശിഷ്യന്മാരെ കുറിച്ച് പോലും തൗറാത്തിലുണ്ടായിരുന്നു. അങ്ങനുണ്ടോ? നബിയുടെ ശിഷ്യന്മാരെ കുറിച്ച് പോലും തൗറാത്തിലുണ്ടായിരുന്നു. ആരെ കുറിച്ച്?
وعن علي وعن عثمان ذا الكرم مولاي صل وسلم على حبيبك خير الخلق كلهم. അബൂബക്കറിനെ കുറിച്ച് തൗറാത്തിൽ ഉണ്ടായിരുന്നു. ഖുർആൻ ആയത്ത് ഓതാതെ വിടില്ല മുസ്ലിയാരെ. നിങ്ങൾക്ക് ചോദിച്ചേക്കാം, ഓതിത്തരാം ഞാൻ ആയത്ത് ഓതിത്തരാം. ഉമറുൽ ഫാറൂഖിനെ കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കിടക്കുകയാണ് രണ്ടുപേര്. മുത്തേ, ഈ പ്രപഞ്ചമാകുന്ന പനനീർപ്പൂവനം വസന്തത്തിന് വേണ്ടി കരഞ്ഞപ്പോ അല്ലാഹു നൽകിയ വസന്തമേ, വസന്തോത്സവമേ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കിടക്കുന്നു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലേ, സിയാറത്തിന് പോകുമ്പോ നിങ്ങൾ അവിടെ മദീന പള്ളി കയറിയിട്ടില്ലേ? കേറുമ്പോ അവിടുത്തെ പോലീസുകാര് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോ എങ്ങനാ പോകുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മദീനത്തെ റൗളയിൽ ഡ്യൂട്ടിയുള്ള പോലീസുകാർ ആദ്യം ചെന്ന് പറയും, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്, അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ്. പോവാ, ഒപ്പിടുന്ന അങ്ങനാണ്. എന്നിട്ട് അടുത്ത ആൾക്കാർ വരും. അടുത്ത ഡ്യൂട്ടിക്കാർ സ്റ്റാർ ഉള്ളവരാണ്, SP റാങ്കിന് മേലാണ്, ചീഫാണ്, ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവര് ഡ്യൂട്ടി കയറുന്ന എങ്ങനെ? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്, അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ്. അവർക്ക് സലാം പറഞ്ഞിട്ടാണ് ഡ്യൂട്ടിയിലേക്ക് കടക്കുന്നത്. നിങ്ങൾക്കറിയാം, അവർ രണ്ടുപേരും റസൂലുള്ളാഹിന്റെ ചാരത്ത് കിടക്കുന്നു. അവരെ കുറിച്ച് തൗറാത്തിലുണ്ട്, ഉസ്മാനെ കുറിച്ച് തൗറാത്തിലുണ്ട്, അലി ഇബ്നു അബീ താലിബിനെ കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും ഉണ്ടെന്ന് ഖുർആനിൽ നിങ്ങൾക്ക് കാണാം. എവിടെ പറഞ്ഞു അത്? ഖുർആനിലേക്ക് നമ്മൾ വരും, ശ്രദ്ധിക്കണം മക്കളെ. എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഹിഫ്ള് കുറച്ചൊക്കെ കിട്ടൂല്ലേ? എല്ലാവർക്കും അറിയാം. പേടി ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുമ്പോ പേടിയാ. തുടക്കുക മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുകഅൻ സുജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിളവാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ് ذلك مثلهم بالتوراة ومثلهم بالإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. ഈ സൂറത്ത് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? സൂറ ഏതാ? സൂറത്തുൽ അൽഹംദുലില്ലാഹ്. ഖുലൂ തക്ബീർ. ഞാൻ ഓതി തെറ്റിയാൽ തിരുത്തി തരാൻ ഇരിക്കുന്നു ഹാഫിളീങ്ങൾ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ മുറ്റത്ത് സഹസ്രകോടി മലക്കുകൾ പ്രവാചകന്റെ മദ്ഹ് കേൾക്കാൻ, അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കാൻ കാതോർത്തിരിക്കുന്നത് നമുക്ക് അല്ലാഹു തുണയായിരിക്കട്ടെ. മുഹമ്മദ് മുസ്തഫ എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? ഞാൻ ഡയറക്റ്റ് അർത്ഥം പറയാം. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ്. ഖുർആൻ തീർന്നില്ല. വല്ലദീന മഅഹു, മുഹമ്മദിനോടൊപ്പമുള്ളവരും. മുഹമ്മദിനോടൊപ്പമുള്ളവരാരാണ്? ആരാണ് ഒപ്പമുള്ളവർ? ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾക്കറിയില്ലേ? ഒരു മരത്തിൽ കുറച്ച് പക്ഷികൾ, അതിന്റെ ചുവട്ടിൽ നിന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, തൂബായാ തയർ, തൂബായാ തയർ, പക്ഷി നീ എത്ര ഭാഗ്യവാനാണ്, എത്ര സന്തോഷവാനാണ്. നീ മരത്തിന്റെ പഴം തിന്നുന്നു, അതിന്റെ തണല് കൊള്ളുന്നു. പരലോകത്ത് നിന്നെ ഹാജരാക്കുമ്പോ നിനക്ക് വിചാരണയില്ലല്ലോ. അബൂബക്കർ നിന്നെ പോലെയായെങ്കിൽ എത്ര നന്നായനെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, മഹാനായ സിദ്ദീഖുൽ അക്ബർ.
നബിയോടൊപ്പമുള്ള ആളാണ്. പക്ഷി എടുത്ത് പറയാ, മരത്തിൽ നിന്ന് പഴം തിന്നുന്ന പക്ഷി നോക്കിയിട്ട് പറഞ്ഞ, പക്ഷി നീ എത്ര ഭാഗ്യവാനാണ്, നീ തിന്നുന്നു, അതിന്റെ തണലും കൊള്ളുന്നു, പക്ഷേ നീ എത്ര ഭാഗ്യവാനാണ്, പരലോകത്ത് നിനക്ക് വിചാരണയില്ല. പിന്നെയോ ഉമറിനെ നിങ്ങൾക്ക് കാണാം, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമറിന്റെ ഭരണകാലത്ത് രാത്രിയിൽ ഒരു വീട്ടിൽ ഒരു ചെറ്റപ്പുരയിലേക്ക് ഉമർ കടന്നു ചെല്ലുന്നു. തൽഹത്ത് റളിയല്ലാഹു അൻഹു ആദ്യ ദിവസം കാണുന്നു ഒരു ചെറ്റപ്പുരയിൽ ഉമർ കടന്നു ചെല്ലുന്നത്. ചെറിയൊരു സംശയം തൽഹത്തിനില്ലാതില്ല, തൽഹത്തിനൊരു ചെറിയ സംശയമില്ലാതില്ല. അടുത്ത ദിവസം എന്തെന്നറിയാൻ കാത്തു നിന്നു. അടുത്ത ദിവസവും വന്നു ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു. 10 ലക്ഷം ചതുരശ്ര മൈൽ വിസ്തൃതമുള്ള ഒരു സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഉമർ അൽ ഫാറൂഖ് വന്നു. അടുത്ത ദിവസം ആ ചെറ്റപ്പുരയ്ക്കകത്ത് കടന്നു. തൽഹത്തിന്റെ നെഞ്ചിരിക്കാൻ തുടങ്ങി. ഇദ്ദേഹം പകൽ മാന്യനെങ്ങാനമാണോ, രാത്രി സമയത്ത് വല്ല മോശ സ്വഭാവം ഇദ്ദേഹത്തിൽ ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ ഞാൻ വിടില്ല. റസൂലിൽ നിന്ന് ഇൽമ പഠിച്ചയാളാണ് തൽഹത്ത്, മുത്ത് റസൂലിൽ നിന്ന് ഖുർആൻ കേട്ട് പഠിച്ച ആളാണ് തൽഹത്ത്. ആ മഹാനായ തൽഹത്ത് റളിയല്ലാഹു അൻഹു ഏതായിരുന്നാലും പരിശോധിക്കുക തന്നെ. കാരണം തൽഹത്ത് റളിയല്ലാഹു അൻഹു ആ വീട്ടിന്റെ വാതിൽക്കൽ നിൽക്കുന്നു. ഉമർ അൽ ഫാറൂഖ് പോയി കഴിഞ്ഞപ്പോ ആ വീട്ടിലേക്ക് തൽഹത്ത് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. ഒരു ചെറിയ ചെറ്റപ്പുരയാണ്. പതുക്കെ തുറന്നകത്തേക്ക് നോക്കുമ്പോ തഴവ ഉസ്താദ് പറയുന്നുണ്ട്, പനനാര് കൊണ്ട് മെടഞ്ഞെടുത്തൊരു കട്ടില, ഈ തപ്പനയുടെ നാര് കൊണ്ട് മെടഞ്ഞ ഒരു കട്ടിലിനകത്ത് പഴയ മുണ്ടും മൂടിക്കാതി കുഴിഞ്ഞുപോയ, അതേപോലെ തന്നെ കവളൊട്ടിപ്പോയ, കണ്ണ് കുഴിഞ്ഞുപോയ ഒരു 80 വയസ്സ് കഴിഞ്ഞൊരു വെറുതെ കിടക്കുകയാണ്. തഴവയുടെ മവാഹിബിൽ നിങ്ങൾക്ക് കാണാം. തൽഹത്ത് എന്നിട്ട് ചോദിച്ചു, ഉമ്മി യാ ഉമ്മി ഖുമി, ഒന്ന് എഴുന്നേക്കുമോ? മോനെ എഴുന്നേക്കാൻ പറ്റില്ല, കൈ തളർന്നു പോയി, കാല് തളർന്നു പോയി. തൽഹത്തിന്റെ സംശയം, പിന്നെ ആഹാരം എങ്ങനെയാണ് കഴിക്കുന്നത്? നിങ്ങൾക്ക് മലമൂത്ര വിസർജാദികൾക്ക് പുറത്തു പോവേണ്ടേ, എങ്ങനെയാണ് പോകുന്നത്? പുറത്തു പോകാറില്ല, കട്ടിൽ കിടന്നാണ് ഞാൻ വിസർജിക്കാറുള്ളത്. ഒരു ചട്ടി താഴെ കാണാം, ആ ചട്ടിയിലേക്ക് എന്റെ വിസർജ്യങ്ങൾ വീഴാറുണ്ട്. ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് സഹായത്തിനാരാണുള്ളത്? മകനുണ്ടോ? ആരുമില്ല, അല്ലാഹ് അല്ലാതെ. മകളുണ്ടോ? ആരുമില്ല. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ എന്നും രാത്രി ഇവിടെ കടന്നു വരാറുണ്ട്. തൽഹത്തിന്റെ കയ്യിലിരുന്ന വിളക്ക് വിറച്ചുപോയി, തൽഹത്തിന്റെ കണ്ണ് നനഞ്ഞുപോയി, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. എന്നും ഒരു ചെറുപ്പക്കാരൻ ഈ വീട്ടിൽ കടന്നു വരാറുണ്ട്. കാഷ്ടവും മൂത്രവും വീണ് കിടക്കുന്ന ചട്ടിയെടുത്ത് അറപ്പും വെറുപ്പും കൂടാതെ പുറത്തേക്ക് കൊണ്ടുചെന്ന് അത് കഴുകിയിട്ട്, അത് കളഞ്ഞ് കഴുകിയിട്ട് ചട്ടി വീണ്ടും വൃത്തിയാക്കി കൊണ്ടുവെക്കാറുണ്ട്. കാഷ്ടവും മൂത്രവും പുരണ്ട എന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി നല്ല വസ്ത്രം ധരിപ്പിക്കാറുണ്ട്. സന്തോഷമുള്ള വർത്തമാനം എനിക്ക് പറഞ്ഞു തരാറുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് തൽഹത്ത് ചോദിച്ചു, ഉമ്മ അദ്ദേഹത്തിന്റെ പേരെന്തെന്നുമ്മ ആ ആളോട് ചോദിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ ചോദിച്ചെങ്കിലും ഉമ്മയുടെ ഒരു മകനാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ കൈസറിന്റെ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ പോയി ആ ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞാൽ ആ കൊട്ടാരം വിറച്ചു പോകും. അതേപോലെ തന്നെ റോമാ ഭരണാധികാരിയുടെ ദർബാറിൽ പോയി ആ ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞാൽ നക്ഷത്ര ചിത്രങ്ങളാൽ അലങ്കൃതമായ പരവതാനിൽ ഇരിക്കുന്ന മന്ത്രിമാര് പോലും വിറച്ചു പോകും. മഗ്രിബ് മുതൽ മശ്രിഖ് വരെയുള്ള ലോക മുഅ്മിനീങ്ങളുടെ നേതാവ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. അരെ തഴവ ഇത്രേ കഥ പറഞ്ഞിട്ട് അതിനകത്ത് ലാസ്റ്റ് വരിയുണ്ട്, ഈരേതിൽ മുളപ്പിക്കുവാൻ ഒരു മണ്ണിനും കഴിയില്ലടോ, പ്രസവിക്കുവാൻ ഒരു പെണ്ണിനും. ഇതുപോലത്തെ ഒരു പൊന്നുമോനെ പ്രസവിക്കാൻ ഒരു പെണ്ണിന് ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇതുപോലത്തെ ഒരു പൊന്നുമോനെ മുളപ്പിക്കാൻ മണ്ണിന് ഭാഗ്യം കിട്ടിയിട്ടില്ല. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ്.
അങ്ങനത്തെ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും തൽഹത്തും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും സഅദും സഈദും സുബൈറും തുടങ്ങിയ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദും വല്ലദീന മഅഹു മുഹമ്മദിനോടൊപ്പമുള്ളവരും ഖുർആൻ മുഹമ്മദിനോടൊപ്പമുള്ളവരും അശിദ്ദാഉ അലൽ കുഫാർ സത്യനിഷേധികളോട് കഠിനമായി സമരം ചെയ്യുന്നവരാണ്. റുഹമാഉ ബൈനഹും അവർ പരസ്പരം കരുണയുള്ളവരാണ്. തറാഹും അവരെ കാണാം റുക്അൻ സുജദാ റുകൂ ചെയ്യുന്നവരായും സുജൂദ് ചെയ്യുന്നവരായും അവരെ കാണാം. യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന അതുകൊണ്ട് അവർ അല്ലാഹുവിന്റെ പ്രീതിയും അവന്റെ തൃപ്തിയും മാത്രമാണ് ആഗ്രഹിക്കാറുള്ളത്. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു തറാഹും റുക്അൻ സുജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന അല്ലാഹുവിന് സുജൂദും റുകൂഉം ചെയ്യുന്ന അവര് അവന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് അവന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവര് ദാലിക ഈ പറഞ്ഞത് മസലുഹും അവർക്കുള്ള ഉപമയാണ് ഫി തൗറാത്തി തൗറാത്തിലെ ഖാല അല്ലാഹു അസ്സ വജൽ ഫി തൗറാത്തി അങ്ങനല്ലേ ഉസ്താദേ അർത്ഥം അങ്ങനല്ലേ